അദ്ദേഹത്തിന് മോഴ്സിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ അസ്വാഭാവികതൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാൻ. ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംഭവങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവിടെ ഞാൻ മാധ്യമങ്ങളെ ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല, TV ഉപയോഗിച്ചിരുന്നില്ല, മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും അതുപോലെ സൂപ്രണ്ടും പറഞ്ഞത് അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടു, അതിനകത്ത് നെഫ്രോസ്കോപ്പാണ്, പക്ഷെ ഒരു ബില്ലുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യം. പക്ഷെ അത് കമ്പനിയൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം? അതിനകത്തൊന്നും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു, അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അവർ മോഴ്സിലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ്. അവരത് ചെക്ക് ചെയ്ത് മോഴ്സിലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. അതില് അങ്ങനെ ഒരു മോഴ്സിലോസ്കോപ്പ് അവിടെ ഉണ്ടായിട്ടും ചില അർദ്ധസത്യങ്ങൾ പറഞ്ഞു നിർത്തിയത് അത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഇപ്പോൾ അവിടെ ഒരു അസ്വാഭാവിക സാഹചര്യത്തിൽ ബോക്സ് ഉണ്ട്, അതിലൊരു ബില്ലുണ്ട് എന്നൊക്കെ പറയും. ബില്ലൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തവരാണോ സാറിന്റെ ഈ പ്രിൻസിപ്പൽ? അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ്, എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് മോഴ്സിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പോ ഒക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല, അത് അങ്ങനെയാണ്. അത് എൻ്റെ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷെ ഒരു ബില്ല് അതുപോലെ ഒരു ഡെലിവറി ചലാൻ, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിയാൻ അതിന് വലിയ വൈദഗ്ധ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്കും അറിഞ്ഞൂടാ. ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നു, നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ചെല്ലാൻ ഏതാണ്, ബില്ല് ഏതാണ്, അതിൻ്റെ സപ്ലൈ ഓർഡർ ഏതാണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഈ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് തന്നെ ഇത് കണ്ടാൽ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ ബയോമെഡിക്കലുകാർ ഇങ്ങനെ അവർ പറയും ഇങ്ങനെ ഇതൊക്കെയാണെന്ന് പറയും, നമ്മളത് വിശ്വസിച്ച് വയ്ക്കുക, അത്രേ ഉള്ളൂ. നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം ഇല്ല. അതിനെക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നുമില്ല. പക്ഷേ ടെക്നിക്കൽ സംഘത്തോടൊപ്പമാണല്ലോ അദ്ദേഹത്തിന്റെ 2ാമത്തെ ദിവസം താങ്കളുടെ മുറിയിലേക്ക് കയറി പരിശോധിച്ചത്. അപ്പൊ അവർക്കറിയാലോ ഇതില് എന്താണ്, ഇത് ബില്ലാണോ ചലാനാണോ എന്നൊക്കെ അവർക്കും അറിയാലോ. നോക്കിയാൽ അതറിയില്ല. അത് ഞാൻ ഇനിയിപ്പോൾ പോട്ടെ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്. പലരും പല രീതിയിലാണ് വാർത്തകൾ പറയുന്നത്. മാധ്യമങ്ങൾ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ അല്ലാത്ത സംഘടന വേറെ രീതിയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല, സത്യത്തിൽ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. താങ്കളുടെ മുറിയിലേക്ക് അസ്വാഭാവികമായിട്ട് ഒരാൾ കയറുന്നതായിട്ടുള്ള ഒരു CCTV ഉണ്ട് എന്നുകൂടി ഇന്നലെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അവിടെ അസ്വാഭാവികതൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും, എൻ്റെ ടെക്നീഷ്യനും, എൻ്റെ PG ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അവിടെ പലപ്പോഴും രാത്രിയിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യൻ്റ് ബുദ്ധിമുട്ടായിട്ട് യൂറിൻ പോകാതൊക്കെ വരുമ്പോൾ അതിൽ ട്യൂബ് ഇടാനോ കത്തീറ്റർ ഇടാനോ സ്കോപ്പ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് കയറാനും എടുത്തുകൊണ്ട് പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ താക്കോൽ സ്പെയർ കീയും കൊടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.